നമസ്കാരം, ഞാൻ മൃണാൾ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഷവർമ്മ കടയുള്ളത് തൃശ്ശൂരാണെന്ന്. ചെറിയ ടൗൺസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വലിയ ടൗണുകളായിട്ടുള്ള കൊച്ചിനെയൊക്കെ മാറ്റി നിർത്താം. വീഡിയോകൾ വലുതാവുന്നു എന്നുള്ളൊരു പരാതി പറഞ്ഞു കുറേ പേര്. പക്ഷേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് സജസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഷവർമ്മ മേടിച്ചിട്ട് 3 മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ടാണ് 20 മിനിറ്റ് വീഡിയോ ഉണ്ടാക്കിയത്. പാട്ട് മലയാളം അല്ലല്ലേ? മലയാളികൾ ഈ രംഗത്തേക്കൊന്നും വരുന്നില്ല. ഇപ്പോൾ ഷവർമ്മ ഉണ്ടാക്കുന്ന ഭൂരിഭാഗം ആളുകളും മലയാളികളല്ലാത്തവരാണ്. ഷവർമ്മയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലൊന്ന്. അത് നമുക്കൊക്കെ അറിയാലോ. നമ്മളെവിടെ പോയാലും ഒരു ഷവർമ്മ കടയോ അല്ലെങ്കിൽ ഒരു അൽഫാമിൻ്റെ കടയോ ഉണ്ടാവും. ഷവർമ്മ മസാല, അൽഫാം മസാലയൊക്കെ കോമൺ ആയിട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും മലയാളികൾ ഈ രംഗത്തേക്ക് വരാത്തത്? ഞാൻ ഗൾഫിലൊക്കെ ധാരാളം മലയാളികൾ, ഈവൻ ലബനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ ഈ ജോലി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ മലയാളികൾ വരുന്നില്ല. ഒരു ആക്ച്വൽ നല്ല ഷവർമ്മക്കാരന് തെറ്റില്ലാത്ത ശമ്പളം കിട്ടും കേട്ടോ. ഡെയിലി ശമ്പളം കൊടുക്കുന്ന കടകളുണ്ട്. ഡെയിലി ശമ്പളം കൊടുക്കുന്ന കടകൾ എന്ന് പറയുന്നത് അത് തീരെ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു പരിപാടിയാണ്. കാരണം ഇന്ന് ശമ്പളം മേടിച്ചു, നാളെ വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. കൊള്ളാവുന്ന കടകൾ മന്ത്ലി മാത്രമേ ശമ്പളം കൊടുക്കുകയുള്ളൂ. മന്ത്ലി 35,000 പ്ലസ് യൂണിഫോം പ്ലസ് അക്കോമഡേഷൻ പ്ലസ് ഫുഡ് ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. 40,000 കൊടുക്കുന്ന ആളുകളുണ്ട്. എന്നിട്ടും ഈ രംഗത്തേക്ക് നമ്മുടെ ആളുകൾ ധാരാളമായി വരുന്നില്ല എന്നുള്ളതൊരു പരാധീനതയല്ലേ? ഈ കുക്ക്ഡോർ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള കടയാണ്, നമ്മളിപ്പോൾ വാങ്ങിച്ചത്. അതിൻ്റെ ബാങ് ഓപ്പോസിറ്റുള്ള കടയാണ് UB ഗ്രിൽ. അതിന് ചുറ്റും കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കച്ചവടം ഇപ്പോൾ മിസ്സിങ് ആയിരിക്കും. എന്നാലും നല്ല നല്ല കച്ചവടം ഉണ്ട്. ഇവിടെ ഞാൻ വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവം കണ്ടോ, ആ പുതിയ ഷവർമ്മ അവിടെ കുത്തിയിട്ട് അവരതിൽ നിന്ന് പഴയ ഷവർമ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ആ ചിക്കൻ, ചെത്തിയെടുത്ത ചിക്കൻ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴും ആ പഴയ ഷവർമ്മയിൽ നിന്ന് ചെത്തിയെടുത്ത കുറച്ച് ചിക്കൻ അവിടെ ബാക്കിയുണ്ട്. ഈ പുതിയ ഷവർമ്മയിൽ നിന്ന് വേവാത്ത ചിക്കൻ്റെ സോസ്, ഇത് വെന്തതാണല്ലോ, ഇതല്ലല്ലോ മറ്റതിൽ നിന്ന് താഴോട്ട് വരുന്നത്. കണ്ടോ, അവിടെ ചിക്കനും ഉണ്ട്, വെന്ത ചിക്കൻ. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കത് കണ്ടിട്ട് തീരെ ഒരു സുഖമായിട്ട് തോന്നിയില്ല. കുറച്ച് വൃത്തി വെടിപ്പ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അവനവനും നല്ലതാണ്, അവനവൻ്റെ കടയ്ക്ക് നല്ലതാണ്, കസ്റ്റമേഴ്സിനും നല്ലതാണ്. തോംസൺ കാസൽ ഞങ്ങൾ പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഇംപ്രസീവായിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെയുള്ള റെസ്റ്റോറൻറ്റ് ഇതായിരുന്നു. ഇവിടെ ഈ സബ്വേ പോലെ ഇങ്ങനെ കൃത്യമായിട്ട് പച്ചക്കറികളും സംഭവങ്ങളും വെച്ചിരുന്നു. എല്ലാം കാണാൻ നല്ല ഭംഗി. ആ കത്തിയൊക്കെ ലേശം ഓവറല്ലേ എന്നൊരു സംശയമുണ്ട്. പിന്നെ അതുപോലെ സോസ് അതിൻ്റെ മുകളിലേക്ക് ഇടുന്ന രീതിയൊക്കെ കണ്ടോ, ഇറ്റ്സ് വെരി ഇംപ്രസീവ്, വെരി വെരി ഇംപ്രസീവ്. പിന്നെ തവയിൽ ഷവർമ്മ ചെയ്യുന്നു, ബ്രാൻഡഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം. ഒരു ശരിക്കുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ലക്ഷണം അവിടെ പോയപ്പോൾ ഉണ്ട്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, നല്ലോണം ആളുകൾക്ക് നിന്ന് സാധനങ്ങൾ വാങ്ങാനും ഇനിയിപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞാൽ നിന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ഇഷ്ടംപോലെ കാറുകൾ പാർക്ക് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം അതിൻ്റെ പുറകിലുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും ഞാനിവിടുന്ന് ഒരുപാട് ഭക്ഷണത്തെക്കുറിച്ച് പലരും പറഞ്ഞത് കേട്ടെങ്കിലും ഒരു ഷവർമ്മ മേടിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ചു. ഇത് മാത്രമല്ല, ഇനിയും ധാരാളം കടകളിൽ പോയിട്ട് ഷവർമ്മ മേടിക്കാനുണ്ട് കേട്ടോ. ഈ കടകളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്തതാണ്. ഇവിടെ 3-4 റെസ്റ്റോറൻറ്റുകൾ ഇക്കണ്ടവാരി റോഡ് തുടങ്ങുന്നിടത്ത് കുറേ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. ബിഗ് ബൈറ്റ് ടേക്ക് അവേ മാത്രമേ സ്വാഭാവികമായിട്ടും ഉള്ളൂ. ഇവിടെയും സ്റ്റാൻഡേർഡ് ഷവർമ്മയുണ്ട് എല്ലായിടത്തും. പക്ഷേ എല്ലായിടത്തും ബീഫ് ഷവർമ്മ വേണോ അല്ലെങ്കിൽ ഫിഷ് ഷവർമ്മ വേണോ അങ്ങനെയൊന്നും ആരും കാര്യമായിട്ട് ചോദിച്ചില്ല കേട്ടോ. എല്ലാവരും സ്റ്റാൻഡേർഡ് ഷവർമ്മ തന്നെയാണ് തരുന്നത്. മറ്റേ കൊച്ചിയിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷ് ഷവർമ്മ വേണോ, ഡബിൾ ചീസ് ബീഫ് ഷവർമ്മ വേണോ, അങ്ങനെയൊക്കെ 100 ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടെ അങ്ങനെയില്ല. സിമ്പിൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വെച്ച് ഒരു സാധാ ഷവർമ്മ. പക്ഷെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്. അല്ല, ചീപ്പാവേണ്ട കാര്യമില്ല. ക്വാളിറ്റി നല്ലതാണെങ്കിൽ എന്തിനാണ് ചീപ്പാവുന്നത്? ഈ കടയിൽ ഷവർമ്മ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചെന്നത്. പക്ഷേ അവിടെ ഷവർമ്മ ഇല്ല. അത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഒരുപാട് പേര് അയച്ചു അങ്ങനെ ആ കടേനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് ചെന്നത്. ആ കടയിൽ ഷവർമ്മയില്ല. ഈ കടയിലും ഷവർമ്മ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ കട അവർ റിനോവേറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ട് അതും ഇല്ല. കുഴപ്പമില്ല, ഇനിയും ഷവർമ്മ കടകൾ ഇഷ്ടം പോലെ തേടി കണ്ടുപിടിച്ച് വാങ്ങിക്കാനുണ്ട്. അടുത്തത്
ഇതിൻ്റെ പേര് ഷവർമ എന്നാണ്. പക്ഷേ അതിൻ്റെ മുമ്പിൽ എന്തൊക്കെയോ ഫ്രഞ്ച് പേരോ ലാ ഷവർമ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെയും സ്റ്റാൻഡേർഡ് ഷവർമ. എല്ലായിടത്തും നല്ല കച്ചവടമുള്ള ലക്ഷണമുണ്ട്. കാരണം ഒരു 10-20 കിലോ മീറ്റെങ്കിലും ഈ ഷവർമയിലേക്ക് കുത്തി നിറച്ചതായിട്ട് കാണുന്നുണ്ട്. നേരത്തെ കണ്ടില്ലേ ഒരു മീറ്റ് ഫുൾ റോള് മാറിയിട്ട് അടുത്ത റോള് കയറ്റുന്നത്. അങ്ങനെ ധാരാളം ധാരാളം കച്ചവടമുണ്ട്. എല്ലാ കടകളും കൂടിയിട്ട് ഇഷ്ടം പോലെ ഒരു കട തന്നെ 100-500 ഷവർമ ആവറേജ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ 5-10 കടകൾ തൃശ്ശൂർ റൗണ്ടിൻ്റെ ആ ഒരു പരിസരത്തായിട്ട് കാണാനും പറ്റും. തൃശ്ശൂർക്കാർ ഒരുപാട് ഷവർമ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോയുടെ നീളം ഒരു 3-4 മിനിറ്റായിട്ട് കുറയ്ക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതുപോലുള്ള കമ്പാരിസൺ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് എവിടെയും ചെന്ന് നിൽക്കൂല. അതിന് മുകളിൽ ബ്രഷ് ചെയ്യുന്നുണ്ടോ, ദാറ്റ്സ് നൈസ്. ഓയിൽ നൈസ് ആയിരിക്കണം മിക്സ്. എനിവേ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഷവർമ കടകളിൽ നിന്ന് ഷവർമ മേടിച്ചിട്ട് കാണിക്കുമ്പോഴേ അടുത്ത കട അറേബ്യൻ ട്രീറ്റ്. ഇതൊരു ചെറിയ സാധു കടയാണ്. ഇവിടെയും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തന്നെ. കുബൂസ്, അതിൻ്റെ മുകളിൽ സോസ്, അതിൻ്റെ മുകളിൽ ക്യാബേജും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിക്കൻ. ഞാൻ പറഞ്ഞു വന്നത് അത്രയും ഷവർമ കടകളുണ്ട് തൃശ്ശൂർ. ഇത് തന്നെ പലതും വിട്ടുപോയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് പറയാനും ഉണ്ടാവും. ഷവായിയൊക്കെ കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വിവരം അറിയാം, അത്രയധികം ഉണ്ടാവും. എന്തായാലും തുടങ്ങാം. ഇത് കുക്ക് ഡോർ എന്ന് പറയുന്ന കട എന്നുള്ള ഷവർമയാണ്. കുക്ക് ഡോർ നമ്മൾ കോളേജിൻ്റെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ അപ്പുറത്ത് വളരെ കാലമായിട്ടുള്ളൊരു കടയാണ്. പക്ഷെ ഞാൻ ഇതുവരെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, ആദ്യാമതായിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ വില നോക്കണ്ടേ, 100 രൂപ, 100. ഓക്കെ. ഇത് ഈ സൈഡ് തുറന്ന് വെച്ചിട്ട് ഈ സൈഡിൽ പൊട്ടിക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഈ സൈഡ് അടച്ചിട്ട് ഈ സൈഡിൽ നിന്ന് തുറക്കുന്നതായിരിക്കും നല്ലത്. ഷവർമയ്ക്ക് നല്ല അന്യായ തിക്നെസ് ഉണ്ട് കേട്ടോ. നൈസ്. ഇതിൻ്റെ റോള് കംപ്ലീറ്റ് മുങ്ങിപ്പോയി ഇതിൽ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ ഷവർമ. മൊത്തം ഫാറ്റാ, കണ്ടോ. ഈ സാധനം നല്ല ക്രിസ്പിയാ, ടോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഫുൾ സോസാണ്. ക്രീമല്ലാതെ ഒന്നും ടേസ്റ്റ് ചെയ്യാനില്ല. പക്ഷെ പിള്ളേർക്ക് ഇത് ഇഷ്ടപ്പെടും. കാരണം ഈ ഫാറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഭീകരമായിരിക്കും ഈ ഒരു ലെയർ. ചിക്കൻ ഇതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഈ പുറത്ത് ടോസ് ചെയ്തിരിക്കുന്ന ഈ ലെയറും പിന്നെ ഈ സോസും, ഇതാണ് ഈ സാധനം. 100 രൂപയ്ക്ക് അവരിത് തന്നെ. ഇങ്ങനത്തെ സാധനം കൊച്ചി കിട്ടണമെങ്കിൽ 150 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. ബിഗ് ബൈറ്റ് 140. ഇതിന് നമ്മൾ ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബാറിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ എങ്ങനെ ചിക്കനും ബീഫൊക്കെ ഹലാലാണോ? വന്നിട്ട് കാര്യമില്ല. കുബൂസ് തന്നെ ശരിക്കും നമുക്ക് കിട്ടില്ല. ചിക്കൻ ഒരു ഫ്ലേവർ മിസ്സിങ് ആണല്ലോ. ഓക്കെ. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് കണ്ടോ, ഇതൊക്കെ ഇലയൊക്കെ ഉണ്ട്. കുക്ക് ഡോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് സ്ലൈറ്റ്ലി എ ബെറ്റർ ഷവർമ. പക്ഷേ ഇത് 140 രൂപയാണ്, അതിന് 100 രൂപയാണ്. ചിക്കൻ ഇഷ്ടം പോലെ ഉണ്ട്. ഷവർമയുടെ ഹൈറ്റ് നോക്കട്ടെ. തെറ്റില്ലാത്ത ഹൈറ്റും ഉണ്ട്. ചിക്കൻ്റെ ഫ്ലേവേഴ്സ് മിസ്സിങ്. തോംസൺ കാസ 95 രൂപ. നമ്മൾ മേടിക്കാൻ പോയ സമയത്ത് ഏറ്റവും വലിയ കെട്ടിമാറാപ്പുള്ള മറ്റേ
തൂവാനത്തുമ്പികളിൽ മോഹൻലാൽ പറയുന്ന പോലെ കെട്ടിമാറാപ്പുള്ള റെസ്റ്റോറൻറ്റ് തോംസൺ കാശയായിരുന്നു. ഭയങ്കര വലുതും ഭയങ്കര സംഭവമായിരുന്നു. 95 രൂപ ഷവർമ്മയ്ക്ക്. 95 രൂപ ഷവർമ്മയ്ക്ക് കുറവൊന്നുമല്ല. 95 രൂപയൊക്കെ അല്ല സാധാരണ എല്ലാവരും ഷവർമ്മ വിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാഞ്ഞങ്ങാടും ആ ഭാഗത്തൊക്കെ ഷവർമ്മയ്ക്ക് വില കുറവാണ്. നൈസ്. ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ഇത് ഉള്ളിലേക്ക് ഇത് ഈ പേപ്പറ് ഇതിൻ്റെ വീതി നീളം വലുതാണ്. ഇത് എന്തിലാണ് ഈ ഒരു ഷവർമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ ബ്രെഡ് കണ്ടോ? ഇതൊരു പിസ്സ ബ്രെഡിൻ്റെ ടേസ്റ്റാണ് ഇതിനുള്ള. ട്രൈ ചെയ്ത് ഒരു പിസ്സ ബ്രെഡിൻ്റെ ടേസ്റ്റാണുള്ളത്. എൻ്റെ വായിക്കകത്തൊരു പിസ്സയുടെ ടേസ്റ്റാണ്, ഷവർമയുടെ ടേസ്റ്റേ അല്ല. ഒരു ചെറിയ സ്വീറ്റ്നെസ്. ഒരു ചിക്കനൊക്കെ വലിയ പീസാ. ആ ചിക്കൻ ചാർക്കോളിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. പക്ഷെ ഈ ചിക്കൻ തീരെ വേവാത്ത പോലെയുണ്ട്. അതങ്ങനെ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം ഇതാ, ഈ ബ്രെഡ് കണ്ടോ? ദിസ് ഇസ് വെരി ഡ്രൈ. ചിക്കനുള്ള മസാല. അറേബ്യൻ ട്രീറ്റ് 50 രൂപയോ? ഓ, ഇതിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് പിക്കിളും. ഇതൊരു രാജസ്നേഹിയാണല്ലോ ഉണ്ടാക്കിയേക്കണേ. ഹാൻഡി ഷവർമ. ഇറ്റ്സ് നോട്ട് ടു ബിഗ്. തിക്കായിട്ടുള്ള കുബൂസ കണ്ടോ? ആ ഒരു ക്യാബേജിൻ്റെ കറുബുറു ഒരു ടേസ്റ്റും കിട്ടി. സന്തോഷമായി. ഈ കുബൂസ് ഇത് കഴിച്ചാൽ നല്ലവണ്ണം വയറ് നിറയും. നല്ല തിക്ക. പക്ഷെ 50 രൂപയേ ഉള്ളൂ, പറയാതിരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ മോളിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് കുബൂസ് നമുക്ക് കിട്ടുക. ഇവിടുന്ന് കഴിക്കലേ ലക്ഷ്യമുള്ളൂ. കാരണം ചിക്കൻ എന്തെങ്കിലും ടേസ്റ്റ് വേണമല്ലോ. നിങ്ങളുടെ ഒരു ബജറ്റിലാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ 50 രൂപയേ ഉള്ളൂ എങ്കിൽ, നിങ്ങൾക്ക് വയറ് നിറയണമെങ്കിൽ, കാരണം ഈ കുബൂസ് നല്ല തടിയുണ്ട്, അവിടെ വയറ് നിറയും, ക്യാബേജിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ദിസ് ഈസ് യുവർ ഷവർമ. വേറെ ഇപ്പോൾ ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ലാ മെയ്സൺ ഡു ഷവർമ. ഈ ലാ മെയ്സൺ ഡു ഷവർമ എന്ന് പറയുന്നത് ഫ്രഞ്ച് അല്ലേ? ഷവർമ അറബി നാട്ടിൽ നിന്നുള്ള ഭക്ഷണമല്ലേ? അറബി നാട്ടിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ ഫ്രഞ്ച് പേരോ? തെറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ഇത്? കെച്ചപ്പ് ഉണ്ട്, കെച്ചപ്പ് ആണോ? ഓക്കെ, ഇതും ഹലാലാണ്. ഷവർമ ശരിക്കും റോൾ ചെയ്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ അമ്മ, ഇത് ഒരു ഹമ്പൻ ഷവർമയാണല്ലോ. 130 രൂപയാണ് കണ്ടോ? 130. ഇതെന്ത് ബ്രെഡാ? ബ്രെഡിനൊരു സ്വീറ്റ്നെസ് ഉണ്ട്. എന്നാലും കുബൂസും അല്ല, റൊമാനോ റൊട്ടിയോ അല്ല. എന്തെങ്കിലും ആവട്ടെ. നല്ല ചിക്കൻ്റെ ഫ്ലേവർ. തക്കാളി ഇട്ടിട്ടുണ്ട്.
അത് പോയി. പക്ഷേ ഇത് താഴോട്ട് പോയപ്പോഴേക്കും ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബ്രെഡിൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലാണ്, കണ്ടോ. പിന്നെ അതുപോലെ ഇതിനകത്ത് തക്കാളിയൊക്കെ ഉണ്ട്. ചിക്കൻ ചിക്കൻ നൈസാണ്. UB ഗ്രിൽസ് ആൻഡ് സ്നാക്സ് 121 രൂപ. ഇതിനകത്തും പിക്കലുണ്ട്, ഇതേ കണ്ട. എല്ലാവരും ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷവർമ. ഷവർമ ഇസ് നോട്ട് എ സ്മോൾ ബിസിനസ് anymore. Everybody brands it. There are n number of shops. തോംസൺ കാസയൊക്കെ, തോംസൺ കാസ ഇതിലേതാ, ഇതല്ലേ, ഈ പേപ്പർ വരെ തോംസൺ കാസാന്ന് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് റുമാലി റൊട്ടിയുടെ പോലത്തെ ടെക്സ്ചറാണ്. അത് സോസിൻ്റെ മേളാണ്. കഴിച്ച് തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ അവസാനത്തെ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഒരു ചാട്ട് മസാല എന്തോ ഒരു സാധനം. ഇതിപ്പോൾ 6 ഷവർമ. ഏതാ ഏറ്റവും നല്ലത്? ഏറ്റവും വില കൂടിയ ഷവർമ ഇതാണ്, ബിഗ് ബൈറ്റ്. ഒടുക്കത്തെ വിലയാണ്. ഏറ്റവും വാല്യൂ ഫോർ മണി ഷവർമ കുക്ക്ഡോറാണ്. 100 രൂപയ്ക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഔട്ടർ ലെയറും എല്ലാം ആയിട്ടുള്ള ഷവർമ കിട്ടും. ശരിയാണ്, തോംസൺ കാസ് 95 ഉള്ളൂ, ബട്ട് ദിസ് ഇസ് കുക്ക്ഡോർ ഇസ് സ്ലൈറ്റ്ലി ബെറ്റർ. ഏറ്റവും ചീപ്പ് ഷവർമ ഇതാണ്, ഡൈബിൻ ട്രീറ്റ് 50 രൂപ. ഈ സാധനത്തിന് ശരിക്കും നന്നാവാൻ പറ്റും, ഉഷാറാവാൻ പറ്റും. തക്കാളിയുടെയൊക്കെ ആവശ്യം എന്താ ഷവർമയിൽ? തക്കാളി എങ്ങനെ ഷവർമയായിട്ട് വർക്ക് ചെയ്യുന്നത്? ബിക്കോസ് ചൂട് ചിക്കനും പച്ച തക്കാളി പിടിയിടുന്നില്ല. ദിസ് ഇസ് കൈൻഡ് ഓഫ് ഗുഡ്, പക്ഷേ അവസാനം എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു സുഖമില്ലാണ്ടാവുന്നു. നല്ലൊരു ഷവർമക്കട തുടങ്ങാൻ എന്താ എത്ര ബുദ്ധിമുട്ട്, എനിക്കത് മനസ്സിലാകട്ടെ. സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ഷവർമക്കട. ഈ പുറത്തുള്ള ഈ പാക്കേജിങ് സംഭവങ്ങളൊന്നും വേണ്ട, ഒരു സിമ്പിൾ റോള് മതി. അതിൻ്റെ കൂടെ നൈസായിട്ടങ്ങ് ക്യാരറ്റ് ക്രിസ്പിയാണ്, തീരെ പിക്കിളിങ് ഇല്ല. ദിസ് ഈസ് ക്യാബേജ്, ബീട്രൂട്ട്, ക്യാരറ്റ് ആൻഡ് കുക്കുംബർ. പിന്നെ ടെൻഷൻ ഇതല്ല. ഇതിലൊരു ഷവർമ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ചെയ്യും? കുക്ക്ഡോർ ഞാൻ ചെയ്യില്ല, ബിക്കോസ് കുറേ സോസ്, ചിക്കൻ്റെ യാതൊരു ഫ്ലേവറും ഇല്ല, ഒരുപാട് ഫാറ്റ് ഉണ്ട് അതിനകത്ത്. ബിഗ് ബൈറ്റ് 140 രൂപയാണ്, അതിന് മാത്രം ഒന്നുമില്ല. തോംസൺ ഇന്നുകൂടെ ഒന്ന് കഴിച്ചാവട്ടെ. ആ ചിക്കൻ്റെ ഫ്ലേവറും ഷവർമയും തമ്മിൽ ഒരു ബന്ധമില്ല. എന്തായാലും അറേബ്യൻ ട്രീറ്റ് അല്ല, ബിക്കോസ് ദിസ് ഇസ് എ ടിപ്പിക്കൽ ക്യാബേജ് ഷവർമ. ഇതിനി ബ്രെഡിൻ്റെ ലെയർ ഒരുപാട് കൂടുതലാണ്. താഴോട്ട് പോകുന്തോറും ഇതിനകത്ത് തക്കാളിയും കൂടി വരും. നമ്മൾ 8 സ്ഥലത്ത് പോയി, 2 സ്ഥലത്ത് ഷവർമ കിട്ടിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട അവരതിൻ്റെ ബോർഡും സംഭവങ്ങളൊക്കെ മാറ്റി പുതുക്കി പണിതുകൊണ്ടിരിക്കുക. വേറെ കടയിൽ ഷവർമ ഇല്ല. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ പോയത്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ചോദിക്കും, അപ്പോൾ കുറേ പേര് റെസ്പോണ്ട് ചെയ്യും, അത് വെച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും.
അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് മിനിമം 8 ബാക്കിയുണ്ടായിരുന്നു. സാധാരണ 4-5 ഉണ്ടാവുള്ളൂ. എല്ലായിടത്തും പോയി. സോ ഇതാണ് അവസ്ഥ. ഒരു ബേസിക് ഷവർമ ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. റുമാലി റൊട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ലൊരു കുബൂസ് ഉണ്ടാക്കുക, റോൾ ചെയ്യുക, നല്ല ചിക്കൻ്റെ ബേസിക് ഫ്ലേവർ, സോസ് കുറച്ച് മതി, വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇടാം. അതിൻ്റെ ഇവിടെ പിക്കിൾഡ് ആയിട്ടുള്ള ഒരു സംഭവം. നല്ല വില വാങ്ങുന്നുണ്ട്, അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്തത് എന്താണെന്നറിയാം, ഞാൻ നല്ല ഷവർമ എവിടെ കിട്ടാമെന്ന് ചോദിച്ചു ചെയ്തപ്പോൾ അങ്ങനെ ഒരു സാധനം തൃശ്ശൂരില്ലാന്നോ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.